ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങൾക്കും നികുതി കൊള്ളയ്ക്കുമെതിരെ തോപ്പുംപടി ചുള്ളിക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തോപ്പുംപടി വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ AICC അംഗം N വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന ബഡ്ജറ്റിൽ ഏർപ്പെടുത്തിയ അമിത നികുതി വർധനവിനും മറ്റ് ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കുമെതിരെയാണ് തോപ്പുംപടി ചുള്ളിക്കൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. തോപ്പുംപടി വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ AICC അംഗവും മുതിർന്ന നേതാവുമായ N വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നികുതി വർധനവും കേരളത്തിലെ ജനവിരുദ്ധ ബഡ്ജറ്റിനും എതിരായിട്ടുള്ള സമരം നടത്തുകയാണ്. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ വില്ലേജ് ഓഫീസുകളുടെ മുന്നിലും ഇത്തരം സമരങ്ങൾ നടക്കുന്നുണ്ട്. ആ സമരങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള വിധ്വംസക പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. ഇവിടെ പോലീസുകാർ വന്ന് നമ്മുടെ ഇതിനകത്ത് എല്ലാവരെയും എടുത്തുകൊണ്ട് പോകുമ്പോൾ ആരും പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷ ഒന്നും വെക്കണ്ട. ഒരാളെടുത്തതിനകത്ത് പെടാത്ത ആളുകളെ വേറൊരാൾ വന്ന് പോലീസുകാരെടുത്തു, അതിനകത്ത് പെടാത്തവരെ ഇനി മൂന്നാമതൊരാൾ വന്നെടുത്തു. തോപ്പുംപടി മണ്ഡലം പ്രസിഡന്റ് EJ അവറാച്ചൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോൺഗ്രസ് ചുള്ളിക്കൽ മണ്ഡലം പ്രസിഡന്റ് ഷൈജു സ്വാഗതമർപ്പിച്ചു. പല കാര്യങ്ങളും അതിൽ വെട്ടിക്കുറച്ചുകൊണ്ട് വീണ്ടും പുതിയ ബഡ്ജറ്റില് അത് കാണിച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും കൂട്ടിപ്പോവുകയാണ്. ഇങ്ങനെ നുണമാത്രവും തെറ്റായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് ജനങ്ങൾ അതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റും ഈ തവണത്തെ ബഡ്ജറ്റും കണ്ടാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ്. ഞങ്ങൾ പറയുന്നത് കോൺഗ്രസുകാരോ UDF പറയുന്നതല്ല. ഇത് ഈ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടി നിരന്തരം എന്ന് പറയാം അത് മുഖ്യമന്ത്രിയോട് പറയും. അത് ഏറ്റു പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ MLA ഉൾപ്പെടെ മൊത്തം ജനങ്ങളെ നുണപറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. DCC സെക്രട്ടറി KK കുഞ്ഞച്ചൻ, കൌൺസിലർമാരായ ഷൈല തദേവുസ്, ബാസ്റ്റിൻ ബാബു, അഗസ്റ്റസ് സിറിൽ, AM അയ്യൂബ്, KS പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു. ബഡ്ജറ്റുകൾ എത്രമാത്രം ദുഷ്കരമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. നമ്മൾ അതിന്റെ അത് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. കാരണം കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് നടത്തിയ ബഡ്ജറ്റ് എങ്ങനെയെല്ലാം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാമോ ആ രീതിയിലെല്ലാം ജനങ്ങൾക്ക് യാതൊരു വിധത്തിലും ഉപകാരം ഇല്ലാത്ത രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇവിടെ അവതരിപ്പിച്ചു. കൂടാതെ DCC അംഗം അഡ്വക്കേറ്റ് തമ്പി ജേക്കബ്, തോമസ് ഷൈജു, CX ജൂഡ്, ജേക്കബ് പൊന്നൻ, IA ജോൺസൺ, ജെയ്സൺ വഴവിനകത്ത്, പ്രേം ജോസ്, ബൈജു മാളിയേക്കൽ, ഷീബ ഷാലി, സോണി, KJ ജോസഫ് സുമിത്, രമേശ് KR, ശോഭ ആന്റണി, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ജോവിൻ ജോസ്, മാർട്ടിൻ, ശ്രീമോൻ തുടങ്ങി മറ്റു കോൺഗ്രസ് പ്രവർത്തകരും പങ്കെടുത്തു. കേരള സർക്കാരിന്റെ ഈ നികുതി എങ്ങനെയൊക്കെ നമ്മുടെ സാധാരണ ജനങ്ങളെ അഴിമതിയിൽ മുക്കുന്ന രീതിയിലുള്ള ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പാവപ്പെട്ട ജോലിക്കാരൻ ഒരു ദിവസം 1000 രൂപ കൂലി വാങ്ങിയാൽ അതിൽ 1500 രൂപ ചെലവ് വരുന്ന രീതിയിലേക്ക് ഇപ്പോൾ നമ്മുടെ ഭരണം പോയിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR Opticals, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR Opticals, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.